ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാത്രി വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസാണ് കേട്ടോ കേട്ടെ. മറ്റൊന്നുമല്ല, നമ്മുടെ നിവിൻ പോളിക്കെതിരെ ഒരു പീഡനാരോപണ ശ്രമമായിട്ട് ഒരു യുവതിയുടെ പരാതി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെല്ലാം തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന കാഴ്ച കണ്ടാണ്. എന്തൊക്കെയാണ് മറ്റു നടന്മാരെ പോലെ നിവിൻ സൈലന്റ് ആയിട്ടിരുന്നില്ല. അത് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. നിവിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കുറെ കാലങ്ങളായിട്ട് അറിയാം. അദ്ദേഹത്തിന് നാളിതുവരെ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ ഒരുവിധം നല്ല സിനിമകളായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന സാമീപ്യവും വളരെ മികച്ചത് തന്നെയായിരുന്നു. മമ്മൂക്കയെ പോലെ തന്നെ സ്ത്രീകളുമായിട്ട് ഒരു അകൽച്ച നിൽക്കുന്ന ഒരു താരം തന്നെയായിരുന്നു നിവിൻ പോളി. ആ ഒരു നിവിൻ പോളിക്കെതിരെ ഒരു യുവതി, അതും ഒരു താരം പോലും അല്ലാത്ത യുവതി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അതെടുത്ത് വാർത്തയാക്കുന്ന കാഴ്ച കണ്ടായി. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പല രീതിയിൽ അതിനെ വളച്ചൊടിച്ചിരിക്കുകയാണ്. നിവിന്റെ കാമപ്രാന്തുകൾ എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ കാമക്കേളികൾ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഇട്ടേക്കണേ. അല്ല, ഇത്രയ്ക്കും അതമ്പതിക്കാൻ നിവിൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിവിൻ വൈകുന്നേരം നാട്ടിലുള്ളതുകൊണ്ടാണ് എന്തോ സംഭവം പുള്ളി ഇല്ലെന്നുള്ളത് 101% ഉറപ്പുള്ളത് കൊണ്ട് പുള്ളി ഇന്നലെ വൈകിട്ട് തന്നെ പ്രസ് മീറ്റ് വിളിക്കുകയും പുള്ളി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു: കാളെ പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം നിർത്തണം. അതായത് ഈ ന്യൂസ് വന്നതിന് ശേഷം അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, അത് ഫേക്ക് ന്യൂസ് ആണോ, വ്യാജമാണോ എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ അന്നേരെ അത് വലിയൊരു വാർത്തയാക്കുന്നത് ആദ്യമേ മാറ്റണം. കാരണം ഈ ഒരു ന്യൂസ് കൊണ്ട് എനിക്ക് എന്റെ കുടുംബം തന്നെ ഇല്ലാണ്ടായേക്കാം. അത് മാത്രമല്ല, പല വിധത്തിലുള്ള നഷ്ടവും വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രം അങ്ങനെ എന്താ പറയുക, ഇപ്പൊ ഇതൊരു ട്രെൻഡായിട്ട് മാറിയേക്കാണ്. കഴിഞ്ഞ ദിവസം നടൻ ജയസൂര്യായിരുന്നു ഇതിനിരയായിട്ടുണ്ടായത്. അതിനു മുമ്പ് നിരവധി താരങ്ങൾ, അതായത് മലയാള നടന്മാർക്കെതിരെ ഇപ്പൊ ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. നിവിൻ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ലോബി തന്നെയുണ്ട്. അല്ലെങ്കിൽ നിവിനെ നശിപ്പിക്കാന്ന് അല്ലെങ്കിൽ സിനിമ മേഖലയെ തന്നെ നശിപ്പിക്കാന്ന് ഉറപ്പിച്ചിട്ടുള്ള കുറച്ചു പേര് മുൻനിർത്തി ഇറങ്ങിയിട്ടുള്ളതിന്റെ പേരിലാണ് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അലിഗേഷനെന്നും നിവിൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ആരും തന്നെ ഇതിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്റുകളും വീഡിയോകളും മാത്രം ചെയ്ത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തിന് അവർ ഇങ്ങനെ ഒരു നടനെ കിട്ടുമ്പോൾ ക്രൂശിക്കുന്നു എന്നറിയത്തില്ല. വ്യൂവേഴ്സിന് വേണ്ടി കിട്ടുന്ന ചീപ്പായിട്ടുള്ള ചീപ്പ് പബ്ലിസിറ്റി തന്നെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നടന്മാർക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മുടെ മമ്മൂക്കയുടെ പോസ്റ്റിലൊന്നും തന്നെ കാര്യമായിട്ട് യാതൊരൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെ വന്ന അലിഗേഷനെതിരെ ജയസൂര്യ ജസ്റ്റ് ഒരു FB പോസ്റ്റ് വഴി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറിപ്പിൽ ഒതുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നിവിൻ കാണിച്ചതാണ് ചങ്കൂറ്റം. അതിന് കൈയടിച്ച് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഉറപ്പിക്കുക, അങ്ങേര് തെറ്റൊന്നും ചെയ്തിട്ടില്ല. യുവതിയുടെ പരാതി എന്ന് എന്തെന്ന് നോക്കുകയാണെങ്കിൽ തനിക്ക് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് 6 പേര് കൂടി തന്നെ പീഡിപ്പിച്ചു എന്നാണ്. ശ്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതിലുണ്ടായെന്നാണ് അറിയാൻ സാധിക്കുക. ഇതിൽ 6ാം പ്രതിയായിട്ടാണ് നിവിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ തന്നെ നിവിൻ തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. 1.5 മാസം മുമ്പേ ഊന്നുകൽ സ്റ്റേഷനിൽ വെച്ച് ഈ ഒരു കേസ് ഒത്തുതീർപ്പാക്കിയതാണ്. അതായത് ഈ കേസ് വ്യാജമാണെന്ന് അന്നേ അവിടുത്തെ പോലീസ് തെളിഞ്ഞതുമാണ്. അപ്പൊ നിവിൻ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഇതിനെതിരെ ഞാൻ ഒരു കേസ് കൊടുക്കണമെന്ന്, അതായത് ആ ഒരു യുവതിക്കെതിരെ. കാരണം ഇതുപോലത്തെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചാരണം വരുന്നതുകൊണ്ട് തന്നെയാണ് നിവിൻ അങ്ങനെ പറഞ്ഞത്. അപ്പം പറഞ്ഞു ഇതിങ്ങനെ കുറെ ഇപ്പൊ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കണം. ഇങ്ങനെ പലർക്കും നേരെയും വരുന്നുണ്ട്. അതിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാന്നാണ് പോലീസുകാർ പറഞ്ഞതെന്നും അതോടൊപ്പം തന്നെ തന്റെ വക്കീല് പറഞ്ഞതെന്നും നിവിൻ പറയുന്നുണ്ട്. അന്നേ ഉപേക്ഷിച്ചൊരു കേസാണ് ഇന്നിതാ വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ എന്തോ ഉദ്ദേശമുണ്ട്. മലയാള സിനിമ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ഥിതിക്ക് ഇത് മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിവിൻ എന്ന നടനെ നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ കയറുന്ന കെട്ടിച്ചമച്ച കേസെന്ന് 100% ഉറപ്പാണ്. എന്തൊക്കെയാണ് നിവിന്റെ പ്രതികരണം എനിക്ക് എന്നാളും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള നടന്മാരെ പോലെ സൈലന്റ് ആകാതിരുന്നതിന് അങ്ങേർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. എന്തൊക്കെയാണ് നിവിൻ നിയമ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പെടും. ഇനി ഇതുപോലത്തെ മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ വ്യാജ പരാതിയായിട്ട് വരുന്ന എല്ലാ യവന്മാരും അല്ലെങ്കിൽ ആരൊക്കെ വന്നാലും അവർക്കെല്ലാം ഇതൊരു മുൻവിധിയായിരിക്കണം, അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് മാറണം. നിവിൻ നിയമ പോരാട്ടം നടത്തട്ടെ. നിവിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. നിവിൻ ജയിക്കുന്നത് തന്നെയാണ് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ സത്യങ്ങൾ തെളിയുമ്പോഴും മാധ്യമങ്ങൾ എല്ലാവരും ഈ നിവിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇനി ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സത്യങ്ങൾ അറിഞ്ഞതിന്
സത്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് അല്ലെങ്കിൽ വ്യക്തത ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കാൻ മീഡിയക്കാർ ശ്രമിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഞാൻ നിവിന്റെ ഭാഗത്താണ്. അപ്പൊ നിവിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ ഇല്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.